ഇറാൻ യുദ്ധം തുടങ്ങിയതെന്തിനാണ്? ഇറാൻ ഒരു ആണവ ശക്തിയാകുന്നു എന്നുള്ള ഭയം ഇസ്രയേലിനുണ്ടായതുകൊണ്ടാണ്. അപ്പോൾ ഇറാന്റെ കയ്യിൽ ആണവായുധങ്ങളുണ്ടോ? ഇറാന്റെ കയ്യിൽ ഉണ്ടായിരുന്ന ആണവായുധങ്ങളൊക്കെ തന്നെയാണ് തകർക്കാനായിട്ട് അമേരിക്കയുടെ B2 ബോംബർ സ്പിരിറ്റ് അടക്കമുള്ളവ ആക്രമണം നടത്തി ഇല്ലാതാക്കിയെന്ന് അവകാശപ്പെടുന്നത്. എന്നാൽ അവയൊക്കെ തകർന്നു. കഴിഞ്ഞ ദിവസം ഇറാനിലുണ്ടായ വലിയൊരു സംഭവം ഇപ്പോൾ ആശങ്ക ഉയർത്തിയിട്ടുണ്ട്. അതായത് ഇറാന്റെ കയ്യിൽ ആണവായുധമുണ്ട്, അവർ അത് പരീക്ഷിച്ചിരിക്കുന്നു, ആണവായുധം റെഡിയായിരിക്കുന്നു എന്ന തരത്തിൽ വലിയ തരത്തിൽ പ്രചാരണം നടക്കുന്നു. ഇത് സത്യമാണോ? ആണെങ്കിൽ അമേരിക്കയ്ക്കും ഇസ്രയേലിനും എണ്ണിക്കൊള്ളാവുന്ന ചില സമയങ്ങൾ കൂടി അടുത്തിരിക്കുന്നു എന്ന് വേണം കണക്കാക്കാനായിട്ട്. അതായത് അമേരിക്കയ്ക്കും ഇസ്രയേലിനും ഏറ്റവും വലിയ പേടി ഇറാന്റെ കയ്യിലെ ആണവായുധം തന്നെയാണ്. ഇറാന്റെ കയ്യിൽ ICBMകൾ, അതായത് ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈലുകൾ ഉണ്ട് എന്നുള്ളത് ഏറെ പ്രാധാന്യമുള്ള കാര്യമാണ്. അതിൽ ആണവ പോർമുനകൾ ഘടിപ്പിച്ച് ഈ രാജ്യങ്ങൾക്ക് നേരെ വിക്ഷേപിച്ചു കഴിഞ്ഞാൽ എങ്ങനെ തടുക്കാനാകും എന്നുള്ളത് വലിയ പ്രശ്നമാണ്. വലിയ പ്രതിരോധ സംവിധാനങ്ങളാണ്, 7ഉം 8ഉം ലെയറുള്ള പ്രതിരോധ സംവിധാനങ്ങൾ ഇസ്രയേലിൽ വരെ ഒരു മിസൈൽ എത്തുന്നതിനെ തടുക്കാനായിട്ട് പ്രാപ്തിയുള്ളതുണ്ടെങ്കിൽ കൂടിയും അതിനെയും മറികടന്ന് ഇറാന്റെ മിസൈലുകൾ ഇസ്രയേലിന്റെ മണ്ണിൽ ഇപ്പോഴും വീണുകൊണ്ടിരിക്കുമ്പോൾ അത് ഇറാന്റെ വലിയ നേട്ടമാണ് എന്നിരിക്കെ അതിൽ ആ ഒരു മിസൈലുകളിൽ ഏതെങ്കിലും ഒന്നിൽ ഒരു ആണവ പോർമുന ഘടിപ്പിച്ചാൽ എന്താവും സ്ഥിതി? ചൈനീസ് ബാക്കപ്പ് വരെ ഇപ്പോൾ ഇറാനുണ്ട്. ചൈന ഒരെണ്ണം കൊടുത്താലോ? ചൈന അത്തരം ബുദ്ധിമോശങ്ങൾ കാണിക്കില്ല എന്നറിയാം. പക്ഷേ ഇറാൻ വികസിപ്പിച്ചെടുത്ത ഏതെങ്കിലും ഒരു റിയാക്ടർ അതിലേക്ക് ഘടിപ്പിച്ചുകൊണ്ട് ഇറാൻ ഇസ്രയേലിൻ്റെ മണ്ണിലേക്കോ അമേരിക്കയിലേക്കോ ഒരു ICBM അയച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നുള്ളതാണ് വലിയ ചോദ്യമായിട്ട് നിൽക്കുന്ന കാര്യം. കാരണം കഴിഞ്ഞ ദിവസം ഇറാനിൽ ഒരു ഭൂചലനമുണ്ടായി. ആ ഭൂചലനം എന്ന് പറയുന്നത് 4.3 തീവ്രത രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഭൂമിക്കടിയിൽ 10 കിലോമീറ്റർ ആഴത്തിലാണ് ഈ ഭൂചലനം ഉണ്ടായത് എന്നൊക്കെയാണ് റിപ്പോർട്ടുകൾ. പലപ്പോഴും ഈ ആണവ ബോംബുകളുടെയോ ഹൈഡ്രജൻ ബോംബുകളുടെയോ ഒക്കെ പരീക്ഷണം നടക്കുമ്പോൾ ഇത്തരത്തിൽ ഭൂമിയുടെ അടിയിലേക്ക് വലിയ ആഴത്തിൽ ഭൂചലനം ഉണ്ടായതായിട്ടുള്ള റിപ്പോർട്ടുകൾ വരാറുണ്ട്. മിക്കവാറും നമ്മൾ ഉത്തര കൊറിയയുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും ഇത്തരം കാര്യങ്ങൾ കേൾക്കുക എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഒരു ഭൂചലനം ഉത്തര കൊറിയയുടെ സമീപത്തുണ്ടായി കഴിഞ്ഞാൽ ഉത്തര കൊറിയ ഒരു ഹൈഡ്രജൻ ബോംബോ ഇല്ലെങ്കിൽ ഒരു ആറ്റോമിക് ബോംബോ പരീക്ഷിച്ചു എന്നാണ് പലപ്പോഴും അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ വിലയിരുത്താറ്. അതിനെപ്പറ്റിയുള്ള അന്വേഷണം നടക്കും, പിന്നീട് കണ്ടെത്തുകയും ചെയ്യും പലപ്പോഴും അത് ഒരു ഹൈഡ്രജൻ ബോംബിൻ്റെ പരീക്ഷണമായിരുന്നു എന്നുള്ളത്. എന്നാൽ നിലവിൽ ഇറാൻ എന്താണ് ചെയ്തത് എന്നതിനെ പറ്റിയിട്ട് വലിയ തോതിലുള്ള വാർത്തകൾ പുറത്തു വരുന്നില്ല. ഏതായാലും പറഞ്ഞു കേൾക്കുന്നത് ഇത്രയാണ്. അതുപോലെ വാർത്തകളിൽ വരുന്നത് ഇതാണ്, അതായത് ഫാർസ് പ്രവിശ്യയിൽ ഇറാനിൽ ഒരു ഭൂചലനം ഉണ്ടായിരിക്കുന്നു. ആ ഭൂചലനത്തിൻ്റെ പ്രഭവ കേന്ദ്രം ഭൂമിക്കടിയിലാണെങ്കിൽ കൂടിയും ഇതിനെപ്പറ്റിയിട്ടുള്ള അന്വേഷണം രഹസ്യമായി അമേരിക്ക നടത്തുന്നുണ്ടോ എന്നാണ് അന്താരാഷ്ട്ര തലത്തിലുള്ള പ്രതിരോധ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. ഇത് ഒരു ആണവ പരീക്ഷണം ആണെങ്കിൽ, അതായത് അതിൽ സ്ഥിരീകരണം ഇതുവരെ ഉണ്ടായിട്ടില്ല, ആണെങ്കിൽ ഉണ്ടാകാനിരിക്കുന്ന പ്രത്യാഘാതം വളരെ വലുതാണ്. കാരണം അമേരിക്കയ്ക്കും ഇസ്രയേലിനും ഗുരുതര ഭീഷണി ഉയർത്താനായിട്ട് ഈ ആയുധങ്ങൾ കൊണ്ട് ഇറാന് കഴിയുമെന്നുള്ളതാണ്. ഇസ്രയേലിലേക്ക് ഒരു ആണവായുധം അയച്ചു കഴിഞ്ഞാൽ ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യം വളരെ ചെറുതാണ്, ഭൂവിസ്തൃതിയിൽ വളരെ ചെറുതാണ്. അതിന് ഏതെങ്കിലും തരത്തിൽ പ്രതിരോധിക്കാനാകാതെ വരികയും കൂടെ ചെയ്തു കഴിഞ്ഞാൽ സർവനാശത്തിൻ്റെ തുടക്കം അവിടെ തുടങ്ങുന്നു. അവിടെ നിന്നാണ് സർവനാശം ഉണ്ടാകാനിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ഉറപ്പായും അതിന് തൊട്ടു പിന്നാലെ അമേരിക്കയും ഇസ്രയേലും ഇറാനിലേക്ക് ആണവായുധങ്ങൾ തൊടുക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. നിമിഷങ്ങൾക്കുള്ളിൽ, മിനിറ്റുകൾക്കുള്ളിൽ ഇറാൻ എന്ന് പറയുന്ന രാജ്യം ഭസ്മീകരിക്കാൻ പോകുന്ന അത്രയും ആയുധം ഈ രണ്ട് രാജ്യങ്ങളും ചേർന്ന് അവിടേക്ക് അയക്കും. തകർന്ന തരിപ്പണവും. നമുക്കറിയാമല്ലോ ഹിരോഷിമയും നാഗസാക്കിയും എത്ര വർഷങ്ങൾക്ക് മുമ്പാണ്, പതിറ്റാണ്ടുകൾക്ക് മുമ്പ്, 10-70 വർഷം മുമ്പ് ഉണ്ടായ, ഏതാണ്ട് 75 വർഷത്തിലേറെ മുമ്പുണ്ടായ ആ ആക്രമണം എന്ന് പറയുന്നത് തന്നെ വളരെ ഭീതിതമായിരുന്നു. ഏതാണ്ട് 3/4 നൂറ്റാണ്ട് മുമ്പുള്ള ആണവായുധത്തിൻ്റെ ശേഷി അതാണെങ്കിൽ ഇന്ന് അമേരിക്കയും ഇസ്രയേലും ഉപയോഗിക്കുന്ന ആണവായുധത്തിൻ്റെ ശേഷി എന്തായിരിക്കും? അതിൻ്റെ 100 മടങ്ങിലേറെയെങ്കിലും പ്രഹരശേഷി ഉണ്ടാകും അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെ ഒരു ആണവായുധത്തിന്. അങ്ങനെ എത്ര എണ്ണം അവർ പ്രയോഗിക്കും? ഇറാൻ 1-2 പ്രയോഗിച്ചാൽ പോലും ഇറാൻ എന്ന് പറയുന്ന ഭൂപ്രദേശം അപ്പാടെ കരിച്ചു കളയാനാകുന്ന അത്ര വലിയ ആണവശേഷി ഈ രണ്ട് രാജ്യങ്ങൾക്കുമുണ്ട്. അവർക്ക് ഒന്നിച്ചു ചേർന്ന് അടിച്ച് നശിപ്പിച്ചു കഴിഞ്ഞാൽ ബാക്കി ഒന്നും ഉണ്ടാകില്ല, ഭസ്മം പോലും എടുക്കാനുണ്ടാകില്ല എന്നുള്ളതാണ്. ഇറാനിലെ മരുഭൂമിയിലെ മണൽ പോലും കരിഞ്ഞു പോകുന്ന തരത്തിലായിരിക്കും ഇവർ നടത്തുന്ന ആക്രമണമെന്നാണ്. അങ്ങനെ ഒരു ആക്രമണം ഉണ്ടായാൽ അത് ഭൂമിയെ എത്രത്തോളം ഗുരുതരമായിട്ട് ബാധിക്കും? നമ്മളടക്കമുള്ളവർ വലിയ ദുരിതത്തിന് പാത്രമാകുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അവിടുത്തെ ഇന്ധനം മാത്രമല്ല, അവിടെ ഭൗമാന്തരീക്ഷത്തിൽ ഉണ്ടാകാനിരിക്കുന്ന കോടാനുകോടി പ്രഹരശേഷിയുള്ള വികിരണങ്ങൾ അതെങ്ങോട്ടും സഞ്ചരിക്കാം.
അതിൻ്റെ സഞ്ചാരപാത തൊട്ടടുത്താണ് പാകിസ്ഥാൻ, അതിനിപ്പുറത്ത് ഇന്ത്യ. അപ്പോൾ ഇത് വലിയ പ്രത്യാഘാതം ഈ മേഖലയിലാകെ ഉണ്ടാക്കും. ഭൂമിയുടെ സന്തുലിതാവസ്ഥയെ ഗുരുതരമായിട്ട് ബാധിക്കും, അന്തരീക്ഷത്തെ ബാധിക്കും. അതുമാത്രവുമല്ല, ഇതുണ്ടാക്കാനിരിക്കുന്ന രാഷ്ട്രീയമായിട്ടുള്ള വലിയ പ്രത്യാഘാതങ്ങൾ അത് ചില്ലറയാവില്ല. അതിൽ അങ്ങനെ ഒരു ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ ചൈനയും റഷ്യയും ഒക്കെ നോക്കിയിരിക്കുമോ? അതിന് പിന്നാലെ ഉണ്ടാകുന്ന സംഘർഷത്തിന് അറുതി ഉണ്ടാകുമോ? ലോകം കൊടിയ വിനാശത്തിലേക്ക് പോകാനുള്ള എല്ലാ അവസരങ്ങളും ഒരുക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. അതായത് യൂറോപ്പിൻ്റെ ബാൽക്കൻ പെനിസുല എന്ന മേഖല, യൂറോപ്പിൽ നമുക്കറിയാം ഈ പറയുന്ന ഫ്രാൻസും ഇറ്റലിയും ജർമ്മനിയും അടക്കമുള്ള രാജ്യങ്ങളുണ്ടായിരുന്ന മേഖലയിൽ കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ മധ്യത്തിലുണ്ടായ സംഘർഷഭരിതമായ സാഹചര്യം, അതാണ് രണ്ടാം ലോകമഹായുദ്ധത്തിലേക്ക് നയിച്ചത്. ആ രണ്ടാം ലോകമഹായുദ്ധത്തിലേക്ക് നയിച്ച പ്രശ്നങ്ങൾക്ക് സമാനമാണ് ഇന്ന് വെസ്റ്റ് ഏഷ്യയിൽ ഉണ്ടായി വരുന്ന, അതായത് ഈ പറയുന്ന പശ്ചിമേഷ്യയിൽ അറബ് ലോകത്തുണ്ടായിരിക്കുന്ന സംഘർഷം എന്നുള്ളതാണ്. ആ സംഘർഷത്തിൻ്റെ നെടുന്തൂണ് കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ ജർമ്മനി ആയിരുന്നുവെങ്കിൽ ഇന്നത് ഇറാൻ ആയിരിക്കുന്നു. അതിനെ പ്രകോപിതമായി നിൽക്കുന്ന രാജ്യങ്ങളായിട്ട് അമേരിക്കയും ഇസ്രയേലും മാറിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ പറയുന്ന ആക്രമണങ്ങളുടെ തോത് അതിനേക്കാൾ, അന്ന് കഴിഞ്ഞ നൂറ്റാണ്ടിലുണ്ടായതിനേക്കാൾ അതിഭീതിതമായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ ഒരു പ്രശ്നത്തിലേക്കാണ് ലോകം പോകുന്നതെങ്കിൽ ആ സാഹചര്യങ്ങളെല്ലാം സമാനമാണ്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നത്തിലേക്കാണ്, ആ ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നതെങ്കിൽ ഒട്ടും ആശാസ്യകരമാകില്ല. കാരണം 10-75 വർഷം മുമ്പുണ്ടായ യുദ്ധം പോലെ അല്ല ഇപ്പോൾ നടക്കാൻ പോകുന്ന യുദ്ധം. എല്ലാവരുടെ കയ്യിലും ആയുധമുണ്ട്, ഏത് ചെറിയ രാജ്യത്തിൻ്റെ കയ്യിലും ആയുധമുണ്ട്. ഈ രണ്ടാം ലോകമഹായുദ്ധം നടക്കുന്ന കാലഘട്ടത്തിൽ നമ്മുടെ കയ്യിൽ ഓരോ ബുള്ളറ്റ് വീതം പോകുന്ന തോക്കുകളാണ് ഉണ്ടായിരുന്നത്. യന്ത്രത്തോക്കുകൾ പോലും ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ കയ്യിൽ അന്നില്ലായിരുന്നു. അത്രയും കുറവാണ്. യന്ത്രത്തോക്ക് പോലും വലിയ പാടാണ് അന്ന്. അപ്പോൾ അത് SLR എന്ന് പറയുന്ന ഇന്ത്യ ഏറെക്കാലം ഉപയോഗിച്ച സെൽഫ് ലോഡിംഗ് റൈഫിൾ എന്ന് പറയുന്ന റൈഫിളാണ്, നമ്മൾ കുറേ ദീർഘകാലം ഉപയോഗിച്ചിരുന്ന റൈഫിളാണ് അന്ന് രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് UK അടക്കമുള്ള രാജ്യങ്ങൾ യുദ്ധത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്നത്. അതിന് പിന്നാലെ പല അന്ന് അതിനു വേണ്ടിയിട്ടാണ് അവർ ആ ഗണ്ണുണ്ടാക്കിയത്, റൈഫിൾ ഉണ്ടാക്കിയത്. അതിനുശേഷം ഈ പറയുന്ന മെഷീൻ ഗണ്ണുകൾ പലതും വരുന്നു, പല ആയുധങ്ങളും വികസിപ്പിക്കുന്നു. അന്നൊന്നും ഈ പറയുന്ന എയർ വാർഫെയർ എന്ന് പറയുന്ന, അന്ന് ഈ എയർക്രാഫ്റ്റിൽ നിന്നുള്ള ആക്രമണങ്ങളേ ഉള്ളൂ. ഇല്ലെങ്കിൽ റോക്കറ്റുകൾ, ചെറിയ റോക്കറ്റുകൾ, ഈ പറയുന്ന മോട്ടാറുകൾ, പീരങ്കികൾ തുടങ്ങിയവയൊക്കെയാണുള്ളത്, ഫീൽഡ് ഗണ്ണുകളൊക്കെ. ഇതൊക്കെ ഉപയോഗിച്ചാണ് ആക്രമണം. പക്ഷേ ഇന്ന് യുദ്ധത്തിൻ്റെ ഗതി മാറിയിരിക്കുന്നു. എല്ലാവരുടെ കയ്യിലും ആയുധങ്ങളുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് അടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു പരിധിയും ഉണ്ടാകാത്ത ദുരന്തത്തിലേക്ക് ലോകം ചെന്നെത്തപ്പെടുമെന്നുള്ളതാണ്. അപ്പോൾ ഇറാൻ്റെ കയ്യിൽ ആണവായുധങ്ങൾ മുൻപ് ഏതാണ്ട് യുറാനിയം സമ്പുഷ്ടീകരിച്ചിട്ടുണ്ട്, അതിൽ നിന്ന് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ള സംശയത്തിൽ നിൽക്കുകയാണ്. അപ്പോഴാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം വരുന്നത്, അവിടെ ഭൂചലനം ഉണ്ടായിരിക്കുന്നത്. ഇറാൻ്റെ 3 ന്യൂക്ലിയർ ഫെസിലിറ്റികൾ, ഒന്ന് ഫോർദോ, 2 നഥാൻസ്, ഇസ്ഫഹാൻ, ഇങ്ങനെ 3 കേന്ദ്രങ്ങളാണ് അമേരിക്ക ബോംബിട്ട് തകർത്തത്. ഇനി ഇവരുടെ കണ്ണിൽ ആരുടെയും പെടാതെ ഒരു ആണവായുധ കേന്ദ്രം അല്ലെങ്കിൽ ഒരു ആണവ പരീക്ഷണശാല ഇവർ ഒളിപ്പിച്ചിരുന്നെങ്കിലോ, ഇവരുടെ കൈവശം ഉണ്ടായിരുന്നെങ്കിലോ, അങ്ങനെയാണെങ്കിൽ അവിടെ ഏതിലെങ്കിലും ഒന്നിൽ ഇവർ ഈ പരീക്ഷണം നടത്തിയിട്ടുണ്ട് എന്ന് വരികയാണെങ്കിൽ, അവിടെ ആയുധം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, അത് ഉണ്ടാക്കാനിരിക്കുന്നത് ഈ പറഞ്ഞ പ്രത്യാഘാതങ്ങൾ മുഴുവനാണ്. വലിയ തോതിൽ ബാധിക്കുന്ന ഫാർസ് എന്ന് പറയുന്ന പ്രവിശ്യയിൽ ഒരു ആണവായുധ കേന്ദ്രങ്ങൾ ഉണ്ടെങ്കിലോ നമുക്കറിയാൻ കഴിയില്ല. അപ്പോൾ അത്തരത്തിൽ ഒരു ആയുധ കേന്ദ്രം അവിടെ ഉണ്ടായിരിക്കുകയും അതിൽ നിന്ന് ആയുധങ്ങൾ തൊടുത്തുവിടുകയും ചെയ്യുകയാണെങ്കിൽ ലോകത്തിൻ്റെ ഗതി മാറും, ലോകത്തിൻ്റെ സമാധാനം എന്നേക്കുമായി അവസാനിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇറാൻ്റെ കയ്യിൽ ആണവായുധം റെഡിയായിരിപ്പുണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇത്തരം വാർത്തകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇന്ത്യ ലൈവാണ്. അപ്പോൾ ഇന്ത്യ ലൈവിന് വേണ്ടത് നിങ്ങളുടെ പിന്തുണയാണ്. ദയവായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ബെല്ലൈക്കൺ അമർത്തുക. നിങ്ങൾക്ക് യഥാസമയം ഞങ്ങളുടെ നോട്ടിഫിക്കേഷനുകൾ ലഭിക്കും. അതോടൊപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളോട് പറയുക ഇന്ത്യ ലൈവിനെ സബ്സ്ക്രൈബ് ചെയ്യാനും പിന്തുണയ്ക്കാനും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. നിങ്ങൾക്ക് വാർത്തകൾ നൽകാനുണ്ടെങ്കിൽ അവയും നിങ്ങൾക്ക് ആ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക.